സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം. മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്, കാളികാവ് റോഡ്, ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ, വണ്ടൂർ. ചോക്കാട് 40 സെന്റ് ആദിവാസി നഗറിലെ വീടുകൾക്ക് മുന്നിൽ ചക്ക തേടി കാട്ടാനക്കൂട്ടമെത്തി. 2 ആഴ്ചയായി മിക്ക ദിവസങ്ങളിലും വീടുകൾക്ക് മുന്നിൽ കാട്ടാനകൾ എത്തിയിട്ടുണ്ട്. ചക്ക സീസണായതിനാൽ പ്ലാവുകളിൽ നിന്ന് ചക്ക പറിക്കാനാണ് ആനകൾ എത്തുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി 8 മണിയോടെ 10-ലേറെ വരുന്ന ആനക്കൂട്ടമാണ് വീടുകളുടെ അടുത്ത് തമ്പടിച്ചത്. ആനകളുടെ മുന്നിൽപ്പെട്ട പൊട്ടിക്കല്ല് പ്രമോദ് അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. രാത്രിയായാൽ പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ 100-ലേറെ കുടുംബങ്ങളാണ് ഇവിടെ കഴിയുന്നത്. കുട്ടികൾ ഉൾപ്പെടെയുള്ള വലിയ ആനക്കൂട്ടമാണ് ഇന്നലെ എത്തിയത്. ആദിവാസി വീടുകൾക്ക് ചുറ്റും വലിയ തോതിൽ കാട് മൂടിയ പ്രദേശമായതിനാൽ 40 സെന്റ് കാട്ടാനകളുടെ താവളമായി മാറിയിരിക്കുകയാണ്. കൊട്ടൻ ചോക്കാടൻ മലവാരത്തിൽ നിന്നാണ് കാട്ടാനകൾ ആദിവാസി നഗറിലെത്തുന്നത്. ഈ ഭാഗത്ത് ആനകളെ തടയുന്നതിനുള്ള മാർഗങ്ങളുമില്ല. ആദിവാസി കുടുംബങ്ങൾക്ക് പതിച്ചു നൽകിയ ഭൂമിയിലാണ് കാട്ടാനകൾ തമ്പടിച്ചിട്ടുള്ളത്. വീടിന്റെ പരിസരത്ത് ആനകളെത്തിയാൽ രാത്രി കാണാനും കഴിയുന്നില്ല. ഇലക്ട്രിക് പോസ്റ്റുകളിൽ എവിടെയും സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടില്ല. എന്തതിനെ പറ്റൊന്നും അറിയില്ല. ഇത് മെമ്പർമാരിങ്ങനെ പോവും കണക്ക് പേരുകളൊന്നും പാസ്സാണില്ല. എത്ര കൊല്ലായി വീട്ട്? 24 കൊല്ലായി. പുതിയ വീട് പാസ്സാക്കി തരാ പറഞ്ഞു ഇങ്ങനെ കാലങ്ങൾ നീണ്ടു പോവാണ്. താമസിക്കാൻ ഒരു വീട് വേണ്ടേ? ഉള്ളിക്കാട് കയറി നോക്കിയ ഇതിന്റെ ഓടുകൾ ചുറ്റിക്കടിയൊക്കെ കാണാന്. ഇതിലാണ് കുട്ടികളും പറ്റി നിക്കണേ, പേരക്കുട്ടികള്. ഞങ്ങൾക്കിപ്പോ ആവശ്യം ഇപ്പൊ ആനയില് വരുന്നുണ്ട്, ആനക്കൂട്ട് ദിവസയില് വരുന്നുണ്ട്. പിന്നെ വീടൊക്കെ ഒന്ന് ക്ലിയറാക്കണം, പിന്നെ പോസ്റ്റിൽ ലൈറ്റ് ഇടണം, അങ്ങനൊക്കെ ഉണ്ട് കുറെ കാര്യങ്ങൾ. ഇനിയിപ്പോ ബോട്ട് പെരന്താക്ക് പോകണ്ടല്ലോ, ഇവിടെ സ്കൂളിലാക്കിയാ മതി. ഇവിടെ ആക്കിയാ മതിയോ? എന്നാ പിന്നെ അങ്ങോട്ട് പോകണ്ടല്ലോ അല്ലേ? വീട്ടുമുറ്റത്തും പരിസരത്തും ആനക്കൂട്ടങ്ങൾ എത്തുന്നതിനാൽ പുറത്തിറങ്ങാൻ പോലും കഴിയുന്നില്ല. രാത്രിയിൽ ആനകൾ വീടിന് പുറത്തുണ്ടോ എന്നറിയാൻ 2-3 സ്ഥലങ്ങളിൽ ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിച്ചാൽ വന്യമൃഗങ്ങൾ എത്തുന്നത് കാണാനെങ്കിലും കഴിയും. ന്യൂസ് ബ്യൂറോ, ചോക്കാട്. കാർഷിക വിളിയുടെ ഉൽപാദന വിപണന രംഗത്ത് 40 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല റബ്ബർ നഴ്സറി, ഫാം ആൻഡ് ഗാർഡൻസ്, വാണിയമ്പലം. ബിസ്മില്ല റബ്ബർ നഴ്സറി, ഫാം ആൻഡ് ഗാർഡൻസ്, വാണിയമ്പലം.